ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനും കണ്ണനും മിഥുനേട്ടനും കൂടി ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുകയാണ്. തൃക്കുടമണ്ണ അമ്പലത്തിലാണ് പോകുന്നത്. അവൻ്റെ നാളിന് മാസം മാസം ഞങ്ങളവിടെ പോവാറുണ്ട് കേട്ടോ. പിന്നെ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വെച്ചിട്ട് എല്ലാവർക്കും തൃക്കുടമണ്ണ അമ്പലം ഫേമസ് ആയിരിക്കും. അത്രയും നല്ല ശക്തിയുള്ള ശിവൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. ആകെ ഒരു പ്രതിഷ്ഠ ഉള്ള ഒരു അമ്പലമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും പ്രകൃതി രമണീയമാണ് അമ്പലം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും. പിന്നെ അയ്യപ്പന്മാർ മലയ്ക്ക് പോകാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ. ഇതാട്ടോ ഇവിടേക്കുള്ള ഒരു വഴി. ഇതിലൂടെയാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് കയറുക. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ഭംഗിയാണ് ഈ അമ്പലത്തിനുള്ളതെന്ന്. എല്ലാ അമ്പലത്തിനും അതിൻ്റേതായിട്ടുള്ള ഭംഗി ശക്തി ഉണ്ട്. പക്ഷേ ഈ സ്ഥലത്തിനെ കുറിച്ചാട്ടോ ഞാൻ പറയണത്. അത്രത്തോളം പ്രകൃതി രമണീയമാണ്. ഞാനൊരു മലപ്പുറം ജില്ലക്കാരിയാണ്. ഞാൻ കോഴിക്കോട് മലപ്പുറം വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഭംഗി കണ്ടിട്ടുള്ളത് ഈ അമ്പലത്തിനാണ് കേട്ടോ. നിങ്ങളിവിടെ അടുത്തുള്ളവരാണെങ്കിൽ എന്തായാലും പോവണേ. പിന്നെ നമുക്ക് കടവ് വഴി ഇതിലിട്ട് വരാം കേട്ടോ. നമ്മൾ മുക്കം ബൈപ്പാസിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് കയറിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കടവിൽ നിന്ന് തോണി ഉണ്ടാവും ഈ അമ്പലത്തിലോട്ട് എത്താം കേട്ടോ. പിന്നെ ഈ അമ്പലത്തിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. മിഥുനേട്ടനും കണ്ണനും കൂടി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോവുകയാണ്. ഐതിഹ്യം എന്താ വെച്ചാൽ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. അഗസ്ത്യ മഹർഷി ശിവലിംഗത്തിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ മുക്കത്ത് അഗസ്ത്യമൊഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അഗസ്ത്യ മഹർഷി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഈ പുഴയിൽ കുളിച്ച് തിരിച്ച് കയറിയപ്പം മഹർഷിയുടെ കുടയും ശിവലിംഗത്തിനെ എടുത്ത് പൊന്തിച്ചു. പക്ഷെ അത് രണ്ടും അവിടെ ഉറച്ചു പോയിരുന്നു കേട്ടോ. മഹർഷിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് അവിടെ പ്രതിഷ്ഠിച്ചതാണ്. അങ്ങനെയാണ് ഇവിടെ ഈ ശിവലിംഗം വന്നത് എന്നാണ് ഇതിൻ്റെ ബേക്കിലുള്ള ഐതിഹ്യം. പിന്നെ നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം നിറയുക. പക്ഷെ ആ ശിവലിംഗത്തിൻ്റെ മേലോട്ട് വെള്ളം കയറൂല. എന്തായാലും ഈ തോണി വഴി എല്ലാവർക്കും ഒരു എളുപ്പമാർഗ്ഗം കേട്ടോ ഈ അമ്പലത്തിലോട്ട് എത്താൻ. ഞങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ള വഴിയാണ്. ഈ ഒരു വഴി എന്ന് പറയുന്നത് അമ്പലത്തിലേക്ക് സുഖമായിട്ട് എത്താൻ പറ്റും കേട്ടോ. പിന്നെ കണ്ണന് വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അവന് ഫുൾ വെള്ളത്തിൽ കളിയിരുന്നു. അവൻ്റെ ട്രൗസറും മിഥുനേട്ടൻ്റെ മുണ്ടും കുറേ നനയുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. കണ്ണന് പിന്നെ പുറത്ത് പോയാൽ അവന് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. പക്ഷെ കുറേ കാപ്പി കുടിച്ചുട്ടോ അവന്. പിന്നെ ഞങ്ങൾ മൂന്നാളും ചായ കുടിച്ചു. പിന്നെ കുറേ ഒരു 1/4 മണിക്കൂറൊക്കെ ഇരുത്തി അവന് അങ്ങനെ അത്യാവശ്യം ഉപ്പുമാവൊക്കെ കഴിച്ചിട്ടു. പിന്നെ അവനെ നേരത്തെ എണീപ്പിച്ച് കൊണ്ടുവന്നതായതുകൊണ്ട് ഇതിൻ്റെ ചെറിയ വാശിയൊക്കെ അവനുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ ഞങ്ങൾ 2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ തിരിച്ച് പോന്നപ്പോൾ ഞങ്ങൾ മുക്കം പാലത്തുമ്മലൊന്ന് നിർത്തിയേ. ഈ പുഴയും വേറൊരു പുഴയും കൂടി സംഗമിക്കുന്നതാണ് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാൻ മതിയാവും, കാഞ്ചന മൊയ്തീൻ്റെ നാടാട്ടോ അത്.